എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഓറഞ്ച് ഫ്ലേവേർഡ് ആയിട്ടുള്ള ചിക്കനാണ്. നമ്മൾ സാധാരണ ചില്ലി ചിക്കനൊക്കെ വെക്കുന്ന പോലെ തന്നെയാണ്, പക്ഷേ ഇതിൽ നല്ലൊരു ഓറഞ്ചിൻ്റെ ഫ്ലേവർ ഉണ്ടാകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തി, പൊറോട്ട, അപ്പം ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മസാല പുരട്ടി വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ ചേർക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് നമ്മുടെ ചിക്കൻ കിട്ടും. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡറാണ്. വൈറ്റ് പെപ്പർ അല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് പെപ്പർ പൗഡർ എടുത്താലും മതി. പിന്നെ നമ്മൾ നല്ലൊരു കളറിനും കുറച്ച് എരിവിനും വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്, പിരിയൻ മുളകിൻ്റെ പൊടിയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. എല്ലാം ഒരേ ഭാഗത്തേക്ക് പെട്ടെന്ന് ആയി കിട്ടും. ഇനി നമ്മളിതിലേക്ക് ഒരു മുട്ടയാണ് ചേർക്കുന്നത്. മുട്ട ചേർത്തിട്ട് നമ്മൾ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും, അതുപോലെ പെട്ടെന്ന് ഇളകി വരികയും ചെയ്യും. ഇതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസാണ് ചേർക്കുന്നത്. ഇത് ഡാർക്ക് സോയ സോസാണ്. ഇനി നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു കട്ടിയുള്ളൊരു മാവാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളമാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ മാവിൻ്റെ അളവിനനുസരിച്ചിട്ട് വെള്ളം നമുക്ക് തീരുമാനിക്കാം. ഒരുപാട് ലൂസാകരുത്, എന്നാൽ ഒരുപാട് കട്ടിയുമാകരുത്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ്. വളരെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്. അപ്പോൾ ചിക്കന് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് മാറ്റി വെക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ ഒരു ചൈനീസ് കടായിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു അയണിൻ്റെ കടായിയാണ്. നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് വേണം ഇത് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചിക്കൻ നന്നായിട്ട് വേവണം. നന്നായിട്ട് ഇപ്പോൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ആ എണ്ണയിൽ നിന്നും കുറച്ച് എണ്ണ മാറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള എണ്ണ ഉണ്ടാവും. ഇതിൽ ഒരു 2 ടേബിൾ സ്പൂൺ. ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ഭാഗമാണ്, അതും കൂടെ പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ ഒരു ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ടിട്ട് ഇളക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വറ്റൽ മുളകൊന്ന് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസാണ് ചേർക്കുന്നത്. ഇത് ഡാർക്ക് സോയ സോസാണ്. നമ്മളിതുപോലുള്ള ഡിഷൊക്കെ ചെയ്യുമ്പോൾ തീ ഹൈ ഫ്ലെയിമിലിട്ടാണ് ചെയ്യേണ്ടത്. നമ്മളിനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസാണ്. നമ്മൾ 1 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. കൈവച്ചിട്ട് തന്നെ പിഴിഞ്ഞെടുത്ത ഓറഞ്ച് ജ്യൂസാണ്. അതിൽ ഓറഞ്ചിൻ്റെ കുറച്ച് അല്ലികളുമുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഒരു ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് 1 ടീസ്പൂൺ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഓറഞ്ച് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗറാണ്. ബ്രൗൺ ഷുഗറിന് പകരം നിങ്ങൾക്ക് വൈറ്റ് ഷുഗറും എടുക്കാം. അപ്പോൾ ഇതൊരു മധുരവും പുളിയും എരിവും ഒക്കെ കലർന്നൊരു ഡിഷാണ്. അപ്പോൾ ഉപ്പും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബ്രൗൺ ഷുഗറിൻ്റെ അളവ് നമ്മളിവിടെ 1 ടേബിൾ സ്പൂണാണ് എടുത്തത്. ചിലർ 1/2 കപ്പ് വരെ ചേർക്കാറുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 കപ്പ് വെള്ളത്തിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഈ ചാറൊന്ന് കുറുകാനായിട്ടാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തീ ഇപ്പോഴും ഒരു ഹൈ ഫ്ലെയിമിലാണ് ഉള്ളത്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാം, ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഈ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഈ ഗ്രേവിയിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് കാരമലൈസ് ആകണം. ആ ഷുഗറും അതുപോലെ ഓറഞ്ച് ജ്യൂസും എല്ലാം കൂടി ചേർന്ന് നന്നായിട്ട് കാരമലൈസ് ആയിട്ടാണ് നമ്മളിത് തീ ഓഫ് ചെയ്യേണ്ടത്. കുറച്ചധികം സമയം എടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് 5 മുതൽ 8 മിനിറ്റ് വരെ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. എനിക്കിനി ഒരുപാട് ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും സമയം വറ്റിച്ചാൽ മതി. അവസാനമായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് തീ ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ഓറഞ്ച് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെയാണ് ഇത് സെർവ് ചെയ്യേണ്ടത്. ഇത് കഴിക്കാനായിട്ട് ഏറ്റവും നല്ല കോമ്പിനേഷൻ ഫ്രൈഡ് റൈസോ പൊറോട്ട, ചപ്പാത്തി അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സാധാരണ ചോറിൻ്റെ കൂടെ അത്രയ്ക്ക് അങ്ങോട്ട് പോവില്ല, കാരണം ഇതിലൊരു മധുരത്തിൻ്റെ ഫ്ലേവറൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ചിക്കൻ വാങ്ങിച്ചിട്ട് ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്